ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും. എൻ്റെ പേര് അശ്വതി എന്നാണ്. ഞാൻ ഇംഗ്ലീഷിന്റെ ഇതായിട്ട് എടുക്കുകയാണ്. ഇന്ന് നമ്മൾ ഇംഗ്ലീഷിന്റെ ക്ലാസ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നില്ലേ? വോയിസ് ക്ലിയർ ഇല്ലേ? ഓക്കെ, അപ്പോ എല്ലാവരും അവരവരുടെ വീഡിയോ ഒന്ന് ഓണാക്കിക്കോളൂ. നമുക്ക് ആദ്യം ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാൻ, എന്നിട്ട് നമുക്കൊന്ന് ക്ലാസ്സിലോട്ട് പോവാം. ജസ്റ്റ് വീഡിയോ ഓൺ ആക്കിയിട്ട് അവരവരുടെ പേര് പറഞ്ഞു എന്നിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓരോരാളായിട്ട് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിട്ട് ജസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞോളൂ. ആരും പറയുന്നില്ലേ? എന്റെ പേര് ആയിഷ സിയാന. ഓക്കെ, ആയിഷ. പിന്നെ ഓരോരാളായിട്ട് പറഞ്ഞോളൂ. നിങ്ങളുടെ നെയിമും ജസ്റ്റ് ഫോൺ നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടുമോ? ജസ്റ്റ് അന്ന് എനിക്ക് പേര് കാണാൻ വിചാരിച്ചിട്ടാ. മറ്റേ എല്ലാവരും ഇപ്പൊ ഒരു ആയിഷ എന്നല്ലേ ഒരാളെ പേര് പറഞ്ഞേ, ബാക്കിയുള്ളവരും പറയൂ, ഓരോരാളായിട്ട് പറയൂ. സ്വാതി. ഓക്കെ, വേറെയും കുറെ ആൾക്കാരുണ്ടല്ലോ. എല്ലാവരും പറയൂ, പേര് പറയൂ. പറയുന്നില്ലേ? നെയിം ആൻഡ് ഫോൺ നമ്പർ ഒന്ന് ചാറ്റ് ബോക്സിൽ ഇടൂ. സ്വാതി, ആയിഷ, പിന്നെ വേറെ ആർക്കെയില്ലേ? പറയൂ, എന്നിട്ട് വേണം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ. എല്ലാവരും റെഡിയാണോ? ഇംഗ്ലീഷ് ക്ലാസ് കേൾക്കാൻ എല്ലാവരും റെഡിയാണോ? ഇന്ന് എല്ലാവരും ഒന്ന് ഉഷാറായി പറയൂ. യെസ് നോ എന്തെങ്കിലും പറയാറോ? യെസ് മിസ്. ഓക്കെ, പിന്നെ നമുക്കെന്നാ സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാവരും ഒന്ന് എനർജറ്റിക് ആയിട്ട് ക്ലാസ്സിലിരിക്കൂ. എന്നാ ഓരോരാളായിട്ട് റെസ്പോൺസ് പറയാം, എന്നാലേ നമുക്ക് ക്ലാസ് ഒരു എൻജോയ്മെന്റ് ആയി എടുക്കാൻ പറ്റൂ. ഓക്കെ മാം. ഓക്കെ, സോ അപ്പൊ എല്ലാവരും ഒന്ന് പറയൂ ചാറ്റ് ബോക്സിൽ. എല്ലാവരുടെയും പേരും ഫോൺ നമ്പർ ഇട്ടിട്ടില്ലല്ലോ, കുറച്ച് ആൾക്കാരല്ലേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവരും ഒന്ന് ഇടൂ, അവരവരുടെ പേരും ഫോൺ നമ്പറും ഒന്ന് ചാറ്റ് ബോക്സിലേക്ക് ഇടൂ. ഓക്കെ ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. റെഡിയാണോ എല്ലാവരും? എല്ലാവരും പറ, ആകെ രണ്ടാൾക്കാരും മാത്രമേ പറയുന്നുള്ളൂ. ബാക്കിയുള്ള സ്വാതിയും ആയിഷയാണ് ഇപ്പൊ പറഞ്ഞത്, വേറെ ആരും കാണുന്നില്ല. ബാക്കി ആരൊന്നും സംസാരിക്കുന്നില്ല. ഓക്കെ ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇംഗ്ലീഷ് ഇഷ്ടമാണോ? ഇംഗ്ലീഷ് സബ്ജക്ട് ഇഷ്ടമാണോ? ഇഷ്ടമാണ്. ഈസിയാണോ? ഈസിയാ. ഓക്കെ ഓക്കെ, എല്ലാവരും ഒന്ന് വീഡിയോ ഓൺ ആക്കൂ, എന്നിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ബാക്കിയുള്ളവരും എവിടെ പോയി? രണ്ടാൾക്കാരും മാത്രമേ കാണുന്നില്ലല്ലോ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഫസ്റ്റ് തന്നെ പിക്ചർ ആണ് നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? അതായത് ഇംഗ്ലീഷിൽ എന്താണ് നമ്മൾ എന്താ റീഡിങ്, സ്പീക്കിംഗ്, ലിസ്ണിംഗ്, റൈറ്റിംഗ്, ഇതൊക്കെ നമ്മൾ എന്താണ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വരുന്നത്. ഓക്കെ, നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുമ്പോൾ ആദ്യം എന്താ പഠിക്കുക? ആദ്യം ആൽഫബറ്റ്സ് പഠിക്കും, പിന്നെ അതിന്റെ കഴിഞ്ഞിട്ട് സെന്റൻസസ് പഠിക്കും, വേർഡ്സ് കഴിഞ്ഞിട്ട് സെന്റൻസസ്, അങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുക. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് വൺ മിനിറ്റ്.
1 minute. ഓക്കെ, അന്ന് ഓരോരാളൊന്ന് ജസ്റ്റ് ഒന്ന് നെയിം, ഇപ്പൊ രണ്ടാൾക്കാരെ പറഞ്ഞു, ബാക്കിയുള്ളവരൊന്ന് നെയിം പറയൂ എല്ലാവരുടെയും, കേൾക്കട്ടെ. പറയുന്നില്ല. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷില് എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? അതാരാ പറയാ? ഇംഗ്ലീഷിൽ എത്ര ആൽഫബറ്റ്സ് ഉണ്ട്? 26. ഇംഗ്ലീഷിൽ 26. അതാരാ പറഞ്ഞു? 26 പറഞ്ഞ ആള് ആരാ? എന്താ ഒന്നും കൂടെ പറയോ പേര്? നസീൻ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, പിന്നെ ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നതെന്ന് വെച്ചാല്, നമ്മൾ ഇംഗ്ലീഷിലെ കുറച്ച് എന്താണ് ആദ്യം നമ്മൾ ലെറ്റേഴ്സ് ഒക്കെ എനിക്ക് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു. ലെറ്റേഴ്സ് എല്ലാവർക്കും അറിയില്ലേ? ഇംഗ്ലീഷിലെ ലെറ്റേഴ്സ് എല്ലാവർക്കും അറിയൂലേ? അറിയോ? ഒന്ന് റെസ്പോൺസ് വരട്ടെ. എല്ലാവർക്കും അറിയോ? യെസ്. പിന്നെ ഓക്കെ, അപ്പൊ 26 ലെറ്റേഴ്സ് ഉണ്ട് പറഞ്ഞു. ഓക്കെ ഓക്കെ, 1 മിനിറ്റ്. ചെറിയൊരു പ്രോബ്ലം. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷില് 26 ആൽഫബറ്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പൊ ആ 26 ആൽഫബറ്റ്സ് വെച്ചിട്ട് എന്താണ് നമ്മൾ കുറെ വേർഡ്സ് ഉണ്ടാക്കാറുണ്ട്. അപ്പൊ ആർക്കെങ്കിലും ഒരു വേർഡ് പറയാൻ പറ്റുമോ? ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇംഗ്ലീഷ് വേർഡ് പറയോ ആരെങ്കിലും ഒരാള്? ആപ്പിൾ. ആപ്പിൾ. പിന്നെ ഓറഞ്ച്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് വേർഡ്? ഹാപ്പി. ഹാപ്പി. ഓക്കെ, ദെൻ പാസഞ്ചേഴ്സ്. പാസഞ്ചേഴ്സ്. ഓക്കെ, വലിയ വലിയ വേർഡ് വരുന്നുണ്ട്. പിന്നെ എൻജോയ്. എന്താ പറഞ്ഞ? എൻജോയ്. ടീച്ചർ. ഓക്കെ, ടീച്ചർ. ഓക്കെ, ഇനിയിപ്പോ ഞാൻ എന്താ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ഒരു ചെറിയ പസിലാണ്. ആ പസിലിന് എന്ത് ചെയ്യണം വെച്ചാൽ നിങ്ങൾ കുറച്ച് വേർഡ്സ് കണ്ടെത്തണം. ഓക്കെ, അതായത് ഇതിൽ എന്താണെന്ന് വെച്ചാല് ഈ ഒരു പസിലിൽ എന്താണ് കുറച്ച് വേർഡ്സ് ഉണ്ട്. നമ്മുടെ ഹൗസ്, നമ്മുടെ വീടിനെ റിലേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് ഉണ്ട് ഇതില്, ആനിമൽസ് ഉണ്ടാവും. പിന്നെ എന്താണ് ചിലപ്പോൾ ചെറിയ ചെറിയ ഇങ്ങനെ ഗോ, കം, അങ്ങനത്തെ ഒക്കെ വേർഡ്സ് ഒക്കെ ഉണ്ടാവും. അപ്പം വേഗം വേഗം ഒന്ന് കണ്ടുപിടിച്ചേ. ഈ ഒരു പസിലിന് ആരൊക്കെ കണ്ടുപിടിക്കും നോക്കട്ടെ. മാം, ഹൗസ്. ഓ, ഹൗസ്. അത് ഒരു മിനിറ്റ്. ആ ആൻസർ പറയുന്നവർ അവരുടെ നെയിം കൂടെ പറയും. ആരൊക്കെ ഹൗസ് പറഞ്ഞേ? ആയിഷ സിയാന. ഓക്കെ, ആയിഷ ഹൗസ് പറഞ്ഞു. പിന്നെ ഹോഴ്സ്. ക്യാറ്റ്. ടൊമാറ്റോ. അതാരെ ടൊമാറ്റോ പറഞ്ഞേ? എന്താ? ഡോക്ടർ. ഓക്കെ, ഡോക്ടർ. വെരി ഗുഡ്. മാറ്റ്. മാറ്റ്. ക്യാറ്റ്. ഓക്കെ ഓക്കെ. മാറ്റ്. സോൾജിയർ. സോൾജർ. ഓക്കെ, വെരി ഗുഡ്. സോൾജർ കിട്ടിയിട്ടുണ്ട് ഒരാൾക്ക്. പിന്നെ ടീച്ചർ. ഓക്കെ, അപ്പൊ നമുക്ക് കുറെ വേർഡ്സ് കിട്ടി. അപ്പൊ
ഓരോരാളായിട്ട് ഒന്ന് ആ വേർഡ്സ് ഒക്കെ ഒന്ന് പറയും. ഇപ്പൊ ഓരോരാൾക്ക് കിട്ടിയപ്പോ സ്വാതിക്ക് എത്ര വേർഡ്സ് കിട്ടി? ഞാൻ ഓരോരാളെ പേര് വിളിക്കാം. സ്വാതി, ആയിഷ, പിന്നെ ആരൊക്കെയാ ഇല്ലേ ഒന്നും പറയൂ. പിന്നെ നാസിന്നോ ഒരാൾ കൂടി ഉണ്ടായിരുന്നു. പിന്നെ അപ്പൊ ആദ്യം സ്വാതി പറഞ്ഞോളൂ, എത്ര വേർഡ്സ് കിട്ടിയ? ഒരു വേർഡ് പറയാ. അടുത്ത ഓരോരാളെ ഞാൻ വിളിക്കാം. ഹൗസ്, കാറ്റ്, ടൊമാറ്റോ, ഡോക്ടർ. ഓക്കെ ഓക്കെ. ദെൻ ആയിഷ പറഞ്ഞോളൂ. സോൾജർ, ടൊമാറ്റോ, ഹൗസ്, ക്യാറ്റ്. ഓക്കെ. ഓക്കെ. ദെൻ നാസിൻ. നാസിൻ എന്നല്ലേ പേര് പറഞ്ഞേ? മാം ഫഹുമ. ഫഹ്മ. ഓക്കെ, ഫഹ്മ പറഞ്ഞോളൂ. സോൾജർ, കാറ്റ്, ഹൗസ്, ഡോക്ടർ. ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ദെൻ ഇനി ആരായില്ലേ? ടീച്ചർ. ടീച്ചർ. അതാരാ പറഞ്ഞ ആളെ പേര് പറയൂ. നാരായണൻ. നാരായണൻ. ഓക്കെ, ടീച്ചർ. പിന്നെ എന്തൊക്കെ കാണുന്നുണ്ട്? ഒരു വേർഡ് കിട്ടിയില്ലോ. ഡോക്ടർ. ഡോക്ടർ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇത്ര ആളേ ഉള്ളൂ. ഇനി ആരും ഉണ്ടോ പറയാൻ? ഹോഴ്സ്. ഹോഴ്സ്. അതാരാ പറഞ്ഞേ? ഇഷാൻവി. ഇഷാൻവി. ഓക്കെ ഓക്കെ. അപ്പൊ ഇതെങ്ങനെ ഇങ്ങനെ എന്താ ഇപ്പൊ നമ്മൾ കുറെ വേർഡ്സ് പറഞ്ഞു. വേറെ ഏതാ? വേറെ ഒരു വേർഡും കൂടെ പറഞ്ഞു. എന്താ അത്? ടൈഗർ. ടൈഗർ. വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ. ഹൗസ്, ഡോഗ്. ഹൗസ്, ഡോഗ്, കാറ്റ്, ആ ടൊമാറ്റോ. ടൊമാറ്റോ. ഓക്കെ. അപ്പൊ ഈ വേർഡ്സ് ഒക്കെ എന്താ? നിങ്ങളിപ്പോ പറഞ്ഞ വേർഡ്സിനൊക്കെ നമ്മള് എന്താണ്ട് ഇംഗ്ലീഷില് ഒരു ടോപ്പിക്കിന്റെ ഇതിൽ പറയാറുണ്ട്. ആർക്കെങ്കിലും അറിയോ അതെന്താന്ന്? ഈ പറഞ്ഞ നൗൺസ്. ഓക്കെ ഓക്കെ. അപ്പൊ വെരി ഗുഡ്. ഓക്കെ, ആൽഫബറ്റ്സ് എന്ന് പറഞ്ഞു. പക്ഷെ ഇതൊക്കെ അതും കറക്റ്റ് ആണ്. ആൽഫബറ്റ്സ് ആണ് അതൊക്കെ. അപ്പൊ ഇതെന്താണ്? ഈ നമ്മൾ പറഞ്ഞ വേർഡുകളെല്ലാം വരുന്നതാണ് നൗൺ. ഈ പറഞ്ഞ ഇത്രയും സമയം നമ്മൾ എന്തൊക്കെ വേർഡ്സ് പറഞ്ഞു? ഹൗസ് പറഞ്ഞു, ടൊമാറ്റോ പറഞ്ഞു. ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷില് ഗ്രാമറിൽ നൗൺ എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ അണ്ടറിൽ വരുന്നതാണ്. അപ്പൊ ഈ നമ്മൾ ഇംഗ്ലീഷ് ഇപ്പൊ സംസാരിക്കാനും എഴുതാനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഗ്രാമർ അറിയണം ഇംഗ്ലീഷിന്റെ. അപ്പൊ ഇംഗ്ലീഷ് ഗ്രാമറത്തെ ഒരു ടോപ്പിക്കാണ് നൗൺ. എന്താ പറഞ്ഞ? നൗൺ. അപ്പൊ ഇപ്പൊ നിങ്ങൾ പറഞ്ഞു, എല്ലാവരും പറഞ്ഞ വേർഡ്സും ഈ നൗൺ ആണ്. നിങ്ങൾ പറഞ്ഞ എല്ലാ വേർഡ്സും ഈ ഒരു ടോപ്പിക്കിൽ വരുന്നതാണ് നൗൺ. നൗൺ എന്ന് പറഞ്ഞ ഒരാളുടെ പേരാവാം, പിന്നെ സ്ഥലമാവാം, പിന്നെ ആനിമൽസിൻ്റെതാവാം, ഇല്ലെങ്കിൽ തിങ്സ് ആവാം, പിന്നെ ബേർഡ്സും ആവാം. ഓക്കെ, ഇതൊക്കെയാണ് എന്താണ് നമ്മൾ ഇപ്പൊ പറഞ്ഞ വേർഡ്സിന്റെ ഒരു ഹെഡിങ് ആയിട്ട് പറയാം നൗൺസ്. ഓക്കെ, അപ്പൊ ഒരാളുടെ പേര് ഇപ്പൊ നമ്മൾ കുറെ ആൾക്കാരുടെ പേര് ഇതിൽ പറഞ്ഞു. സ്വാതി, ആയിഷ, പിന്നെ നാരായൺ, പിന്നെ നാസിൻ, അങ്ങനെ കുറെ ആൾക്കാരുടെ പേര് പറഞ്ഞു. നിങ്ങളുടെയൊക്കെ പേരെന്താണ്? ഈ നൗണാ. നിങ്ങളൊക്കെ പേര് നൗൺ എന്നാണ് പറയുക അതിന്. പിന്നെ സ്ഥലം, നിങ്ങൾ ഓരോരാള് വരുന്ന സ്ഥലം, എവിടുന്നൊക്കെയാ നിങ്ങൾ വരുന്നത്, ആ സ്ഥലത്തിന്റെ പേരുകളൊക്കെ എന്താണ്? പ്ലേസ്. നൗൺ ആണ്. പിന്നെ ആനിമൽസ്, നമ്മൾ കാണുന്ന എലിഫന്റ്, ഡോഗ്, കാറ്റ്, അതൊക്കെ ആനിമൽസ്. പിന്നെ തിങ്സിൽ എന്തൊക്കെ വരും? മൊബൈൽ ഫോൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്. വേറെ എന്തെങ്കിലും അറിയോ ആർക്കെങ്കിലും? തിങ്സിൽ എന്തൊക്കെ പറയാൻ പറ്റും? ബുക്ക്, പെൻസിൽ, ബോട്ടിൽ, ബോട്ടിൽ, ചെയർ, ടേബിൾ. ചെയർ, ടേബിൾ. ഓക്കെ, എല്ലാവരും നല്ല ഭംഗി ആൻസർ പറയുന്നത്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ഓക്കെ. അപ്പൊ നൗൺ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായി എല്ലാവർക്കും? നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളുടെ പേര്, അല്ലെങ്കിൽ സ്ഥലം, അല്ലെങ്കിൽ ആനിമലിന്റെ നെയിം, ബേർഡിന്റെ നെയിമും ആവാട്ടോ. ഇതിൽ ബേർഡ് കൊടുത്തിട്ടില്ല, ബട്ട് ബേർഡിന്റെ നെയിമും ഉണ്ട്. പിന്നെ തിങ്സും. ഇതൊക്കെ വരുന്നതാണ് നൗൺ. ഓക്കെ, പിന്നെ ഇത് എവിടെ ഞാൻ കുറെ പിക്ചറും ഉണ്ട് കണ്ടോ? കാറ്റിന്റെ ഉണ്ട്, ഡോഗിന്റെ പിക്ചർ ഉണ്ട്, പിന്നെ ലയൺ, ടൈഗർ, പിന്നെ ഇതാ കുറെ പ്ലേസ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, പിന്നെ ഒരു ഹോസ്പിറ്റൽ, സൺഷൈൻ ഡേ കെയർ, പിന്നെ പിജിയൺ, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ഇതൊക്കെ എന്താണ്? നൗൺ ആണ്.
ഓക്കെ, നൗണിന്റെ അണ്ടറിൽ വരുന്നതാണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ ആരെങ്കിലും ഒരാൾ എനിക്ക് നൗണിന് വെച്ചൊരു സെന്റൻസ് പറഞ്ഞുതരാൻ പറ്റുമോ? ഒരു നൗൺ വെച്ചിട്ട്. The cat is beautiful. ഓക്കെ, വെരി ഗുഡ്. അതാരാ പറഞ്ഞത്? ദ കാറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. Our place is Alapura. ഓക്കെ, അവർ പ്ലേസ് ഇസ് ആലപ്പുഴ. ഓക്കെ, അപ്പൊ ഇപ്പൊ രണ്ടാൾക്കാർ ആൻസർ പറഞ്ഞു. വെരി ഗുഡ്. അപ്പം ഓക്കെ, I saw a red cat. ഓക്കെ. പിന്നെ The cat name is Ricky. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സെന്റൻസ് ഒക്കെ പറയാൻ അറിയാം. വെരി ഗുഡ്. അപ്പം ഇപ്പൊ നമ്മൾ എന്തൊക്കെ കണ്ടു? കുറെ നൗൺ എന്താണെന്ന് കണ്ടു, അതിന്റെ കുറെ എക്സാമ്പിളും കണ്ടു. അപ്പൊ നൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ വേർഡ് ദാറ്റ് നെയിംസ് എ പേഴ്സൺ, പ്ലേസ്, തിങ് ഓർ ഐഡിയ. നൗൺ എന്ന് പറഞ്ഞാൽ ഒരാളുടെ പേരാവാം, സ്ഥലത്തിന്റെ പേരാവാം, അല്ലെങ്കിൽ സാധനത്തിന്റെ പേര്, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളുടെ ഒരു ഐഡിയ ആവാം. ഐഡിയ അല്ലെങ്കിൽ നമ്മളുടെ എന്തെങ്കിലും ഇമോഷൻ ആവാം. ആങ്കർ, ലവ്, ഹോണസ്റ്റി, അതൊക്കെ എന്താണ് നൗണിൽ വരുന്നത്. ഓക്കെ, മനസ്സിലായോ? ഓ, ആരാ ഇപ്പൊ ചോദിച്ചേ? എന്തോ ചോദിക്കാനുണ്ടല്ലോ. ആരാ അത് ചോദിച്ചേ? ആരോ എന്തോ ചോദിക്കാനുണ്ടല്ലോ, ചോദിച്ചോളൂ. ആരും ഇപ്പൊ വിളിച്ചല്ലോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ചോദിച്ചോ. ഇല്ലേ? Ma'am, what's your name? മൈ നെയിം ഇസ് അശ്വതി. ഓക്കെ, അല്ല വേറെ ആരോ എന്തോ ചോദിക്കാൻ വേണ്ടിട്ട് പിന്നെ ഒന്നും സംസാരിക്കുന്നില്ല. അതാരാ ചോദിച്ചേ? എന്തോ ചോദിക്കാനുണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നൗൺ എന്ന് പറഞ്ഞ വേർഡ് ദാറ്റ് നെയിംസ് എ പേഴ്സൺ, പ്ലേസ്, തിങ് അല്ലെങ്കിൽ ഐഡിയ. ഓക്കെ, ഇവിടെ കുറെ എക്സാമ്പിൾ ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്താണ് പേഴ്സന്റെ? ടീച്ചർ, ഡോക്ടർ, മറിയ, ചൈൽഡ്, മ്യൂസിഷ്യൻ. ഓക്കെ, അപ്പൊ ഇതിൽ നിന്ന് ആരെങ്കിലും ഒരാള് ഒന്ന് ഇതൊക്കെ വായിച്ചേ. പേഴ്സൺ, ടീച്ചർ, ഡോക്ടർ, അതൊക്കെ ഒന്ന് വായിച്ചേ. Person, teacher, doctor, Maria, child, musician. ഇതാരാ വായിച്ചേ? ആളുടെ പേര് പറയൂ. Shanvi. ഇഷാൻവി. ഓക്കെ, വെരി ഗുഡ്. ഇനി അടുത്ത ഒരാള് പ്ലേസ് ഒക്കെ വായിച്ചേ. London, kitchen, കിച്ചൺ, beach, ബീച്ച്. ഓക്കെ, അതിപ്പോ ആരാ വായിച്ചേ? Fahuma. Things. ഫഹമ. ഓക്കെ, ഇനി ആരാ വായിക്കുന്ന അടുത്ത? തിങ്സ്. Table, pencil, chair, computer. ഓക്കെ, അതാരാ വായിച്ചേ? Krishnendu. കൃഷ്ണേന്ദു. ഓക്കെ, Idea, love, honesty, freedom, anger, peace. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇനിയിപ്പോ ഐഡിയ എല്ലാവരും വായിച്ചോ? ഇനിയിപ്പോ കുറെ ആൾക്കാരുണ്ടല്ലോ വീഡിയോ ഓൺ ആക്കാത്ത. അവരൊക്കെ ഒന്ന് വീഡിയോ ഓൺ ആക്കൂ. ഇപ്പൊ കുറച്ച് ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ലോ, കുറച്ച് ആൾക്കാരെ വായിച്ചിട്ടുള്ളൂ. ബാക്കി ആൾക്കാർ കൂടെ വീഡിയോ ഒക്കെ ഓൺ ആക്കി ഒന്ന് പേരൊക്കെ പറഞ്ഞ് വായിക്കൂ ഓരോന്നായിട്ട്. ഓക്കെ, അപ്പൊ ഒന്ന് വായിച്ചോ. Person, doctor, Maria, child. ഓക്കെ, സ്വാതി. ഓക്കെ, ദെൻ ഇനി ആരാ വായിക്കുന്നത്? അതാരാ വായിക്കുന്ന? പേര് കൂടെ പറയണം കേട്ടോ, നിങ്ങൾ വായിക്കുന്നവർ, എന്നാലും എനിക്ക് മനസ്സിലാവും. ആരാ? ഓക്കെ, സൗഭാഗ്യ. ഓക്കെ, ദെൻ വെരി ഗുഡ്. ഇനി ആരാ അടുത്ത് വായിക്കുന്നത്? ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും നൗണ് മനസ്സിലായെന്ന് തോന്നുന്നു. ഇപ്പൊ നിങ്ങളുടെ പേരും സ്ഥലവും സാധനത്തിന്റെ പേരും നമ്മളുടെ ഫീലിംഗ്, ഇമോഷൻ ഒക്കെ പറയുന്നതാണ് നൗൺ. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ അടുത്ത് നമ്മളിതാ ഒരു ചെറിയൊരു
ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് കാണാൻ പോകും. ഇതാരും ആൻസർ പെട്ടെന്ന് പറയാൻ പാടില്ല. ഞാൻ വിളിക്കും. ഞാൻ ചോദിക്കുന്ന ആൾക്കാരെ മാത്രമേ പറയാൻ പാടുള്ളൂ. എല്ലാവരുടെയും പേര് അറിയില്ല, പക്ഷെ കുറച്ച് ആൾക്കാരുടെ പേര് അറിയാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നിങ്ങളൊക്കെ ആൻസേഴ്സ് കണ്ടുപിടിച്ച് വെക്കൂ. ആദ്യം വേഗം എല്ലാവരും ഒന്ന് ആൻസേഴ്സ് കിട്ടുമോ നോക്കി വെക്കൂ വേഗം. ആ മുകളിൽ കൊടുത്ത ബോക്സിലുണ്ട് എല്ലാ ആൻസേഴ്സും. ജസ്റ്റ് നിങ്ങൾ എന്താണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്യണം. ചിലപ്പോ ഒരു ഡാഷിന് 2 ആൻസേഴ്സ് ഒക്കെ വരാം കേട്ടോ. അത് നോ പ്രോബ്ലം. ചിലതിന് 2 ആൻസേഴ്സ് ഒക്കെ ഉണ്ടാവും. എല്ലാം നൗണാണ്. നൗണ് വെച്ചിട്ടാണ് നിങ്ങൾ ഫിൽ ചെയ്യേണ്ടത്. കഴിഞ്ഞവര് പറയണേ ഫിനിഷ് എന്ന് പറയാ. ഫിനിഷ്. Finish, ma'am. ആ ഓക്കെ, ഫിനിഷ് ആയ ഒരാള് പറഞ്ഞു. ആരാ? Ma'am, can I say? യുവർ നെയിം? My name is Zara. ഓക്കെ സാർ. ഓക്കെ, യു ക്യാൻ സേ. The jug was full of milk. Okay, very good. Okay, Sarah. Okay, correct. Okay, now next one, another person can say. Ma'am, പറഞ്ഞോളൂ. ma'am, the kite was flying high in the sky. Okay, okay, very good. അതാരാ പറഞ്ഞേ? Aisha. ആയിഷ. Okay, next one, വേറെ ആള് പറഞ്ഞോളൂ. We read a book before bed. Okay, okay, very good. അതാരാ പറഞ്ഞേ? We read a book before bed. ഇഷാൻവി. ഓക്കെ, സൗഭാഗ്യ. ഓക്കെ, ഓക്കെ, 2 ആൾക്കാർ പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് വൺ, the dash bounced over the fence. Ball. അത് ആ ഫുൾ സെന്റൻസ് പറയൂ. ആരാ The dash bounced over a fence. Ball. the ball bounced over the fence. Okay, അതാരാ പറഞ്ഞേ? ആരാ? Abhijit. ഓക്കെ, ഓക്കെ. നാലാമത്തതിന്റെ അർത്ഥം മനസ്സിലായില്ല പറഞ്ഞ ഒരാള്. നാലാമത്തതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ബൗൺസ് എന്ന് പറഞ്ഞാല് ജമ്പ് ചെയ്ത് പോവുക. ഫെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാർഡന്റെ പുറത്തേക്ക് ബോൾ പോയി എന്നാണ് അതിന്റെ അർത്ഥം. മനസ്സിലായോ? Ma'am, can I say fifth one? ഓക്കെ. The dash had full of flowers in it. House. The house had beautiful flowers in it. Okay, okay, very good. Okay. Ma'am, can I say the okay, you tree say. had beautiful flowers in it. ഓക്കെ, ഓക്കെ, അതും പറയാം. ദ ട്രീ ഹാഡ് ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ഇൻ ഇറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ ചിലപ്പം ഒന്നിന് 2 ആൻസേഴ്സ് ഒക്കെ വരാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ പറഞ്ഞതൊക്കെ എന്താണ്? നമ്മൾ ഇതൊക്കെ ഫില്ല് ചെയ്തത് ഇപ്പൊ നൗൺസ് വെച്ചിട്ട്. അപ്പൊ നൗൺസ് എല്ലാവർക്കും മനസ്സിലായോ? നൗൺ എന്താന്ന് മനസ്സിലായോ? ഒരാൾ പറയൂ, മനസ്സിലായോ? Yes, ma'am. ഓക്കെ, സോ നൗൺ ഈസി അല്ലേ? Yes, ma'am. ഓക്കെ, ഇപ്പൊ നൗൺ എന്ന ടോപ്പിക് എന്താണ്? ഭയങ്കര ഈസിയാ. പക്ഷെ ഇനിയിപ്പോ നൗണിന്റെ നമ്മൾ എന്താണ് കുറച്ചും കൂടെ ഡിവൈഡ് ചെയ്തിട്ട് കുറെ ഉണ്ട്. ഒരുപാട് നൗൺസ് ഉണ്ട്. അതായത് കളക്റ്റീവ് നൗൺ, പ്രോപ്പർ നൗൺ, അങ്ങനത്തെ കുറെ നൗണുകളുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ വേറെ ഒറ്റ നൗണും കൂടെ പഠിക്കാൻ പോകും. അതായത് കളക്റ്റീവ് നൗൺ. കളക്റ്റീവ് എന്ന് പറഞ്ഞത് കൂട്ടം. ഇപ്പൊ എന്താണ് ഇവിടെ കുറെ സ്റ്റുഡൻസ് ഉണ്ട്. അപ്പൊ എന്താണ് ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ്. ഒരുപാട് കുട്ടികളുണ്ട് ഇപ്പൊ ഇവിടെ ക്ലാസ്സിൽ പഠിക്കാൻ വന്നിട്ട്. അപ്പൊ നിങ്ങളൊക്കെ ഞാൻ പറയാ, ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസ് ആർ സ്റ്റഡിയിങ്. എ ഗ്രൂപ്പ് ഓഫ് എന്നുള്ളതിനെയാണ് കളക്റ്റീവ് എന്ന് പറയുന്നത്. കളക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം. ഓക്കെ, ഒരുപാട്. ഇപ്പൊ എ ക്രൗഡ് ഓഫ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ, ഒരു കൂട്ടം ആൾക്കാർ. ഫാമിലി, നമ്മളുടെ ഫാമിലി ഒരു കളക്റ്റീവ് നൗണാണ്. പിന്നെ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കളക്റ്റീവ്, ഒരുപാട് ആൾക്കാർ. ടീം ഓഫ് ക്രിക്കറ്റ് പ്ലെയേഴ്സ്. പിന്നെ ജൂറി എന്ന് പറഞ്ഞാൽ ജൂറി ഓഫ് പാട്ടുകാര്, പ്ലെയേഴ്സ് അല്ലെങ്കിൽ സിംഗേഴ്സ് എന്നൊക്കെ പറയാം. ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് ആനിമൽസ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പൊ ഒരു ഗ്രൂപ്പിനെയാണ് കളക്റ്റീവ് നൗൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ കളക്റ്റീവ് നൗണിൽ വേറെ എന്തെങ്കിലും എക്സാമ്പിൾ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? Ma'am, proof. എന്താ?
Ma'am, stars. ട്രൂപ്പ് വെരി ഗുഡ് ട്രൂപ്പ്. പിന്നെ Ma'am, stars. സ്റ്റാർസ്. അതിന് എന്താ പറയാ, എ ഗ്രൂപ്പ് ഓഫ് സ്റ്റാർസ് അല്ലെങ്കിൽ എ കളക്ഷൻ ഓഫ് സ്റ്റാർസ് എന്ന് പറയണം. അപ്പാണ് അത് കളക്റ്റീവ് നൗൺ ആയി. Ma'am, bundle. Ma'am, bunch. ബണ്ടിൽ വെരി ഗുഡ്. ബണ്ടിൽ Ma'am, ബഞ്ച്. bunch. ബഞ്ച് കറക്റ്റ് വെരി ഗുഡ്. പിന്നെ A bunch. ബഞ്ച്. ഓക്കെ. Ma'am, school. Ma'am, flock of. ഫോക്ക് ഓഫ്. Ma'am, pack. എ പാക്ക് ഓഫ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒക്കെ ഉണ്ടോ? ഇവിടെ എന്താണ് കുറെ എ ഗാഗിൾ ഓഫ് ഗീസ് എന്ന് പറഞ്ഞാൽ ഇതാ കുറെ ഒരു ഡക്കിന്റെ മാതിരിയുള്ളൊരു ബേർഡാ അത് ഗീസ്. ദെൻ എ സ്വാം ഓഫ് ബീസ്, എൻ ആർമി ഓഫ് ആൻഡ്. ഇതാരാ? എനിക്ക് ആരെങ്കിലും ഒരാൾ ഇത് വായിക്കൂ. ഞാൻ പേര് പറയാം. ഇഷാൻവി വായിക്കൂ ഈ ഫസ്റ്റ് ഇത്. A ആ gaggle of geese. പിന്നെ A swarm of bees. ആ An army of ants. ഓക്കെ വെരി ഗുഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വേറൊരാള് വായിക്കിയപ്പോ. Cat. എ ക്ലൗഡ് ഓഫ് കാറ്റ്സ്. പിന്നെ A pad of elephants. ഓക്കെ, ദെൻ A bunch of flowers. A forest of trees. A galaxy of stars. A crop of banana. Cup of tea. സ്വാതി വായിച്ചോന്നു. Cup of tea. സാറ അല്ലേ? സാറ വന്നിട്ടുണ്ട് തോന്നുന്നു. വായിച്ചോളൂ. ഫോറസ്റ്റ് ഓഫ്. ഓക്കെ, എന്നാ സ്വാതി വായിച്ചോ. സ്വാതി എ ഫോറസ്റ്റ് ഓഫ് ട്രീസ്. സ്വാതി ഇല്ലേ? സ്വാതി, A ഇഷാൻവി. forest of trees. A galaxy of stars. A comb of banana. ഓക്കെ. നെക്സ്റ്റ് വേറൊരാള് വായിക്കും. വെരി ഗുഡ്. Ma'am, വായിക്കട്ടെ. വായിച്ചോ. A largest of flower, a jar of straw, a can of honey. 1 minute ഓരോരാളായിട്ട് എല്ലാവരും കൂടി. ഓക്കെ, ഇനിയിപ്പോ നെക്സ്റ്റ് ലാസ്റ്റ് ആരാ വായിക്കുന്ന? പാക്ക് ഓഫ് കാർഡ്സ്. വായിച്ചു. A pack of cards. A cup of tea. A set of books. ഓക്കെ. A jar of honey. അതാരാ ഇപ്പൊ വായിച്ച? ജാർ. അത് എ ജാർ ഓഫ് ഹണി, എ ക്യാൻ ഓഫ് സോഡ. ഇപ്പൊ വായിച്ചാരാ? നെയിം ഒന്ന്. നാരായണൻ. ഓക്കെ നാരായണൻ. ഓക്കെ വെരി ഗുഡ്. അപ്പൊ ഇതൊക്കെ മനസ്സിലായി. ഇതൊക്കെയാണ് കളക്റ്റീവ് നൗൺ. ഇപ്പൊ കണ്ടോ, കളക്റ്റീവ് നൗണിൽ ഇങ്ങനെ കുറെ പേര്, ഗാഗിൾ, സ്വാം, ആർമി, ക്ലൗഡ്, പരേഡ് അങ്ങനെയൊക്കെ എഴുതും. പക്ഷെ എപ്പോഴും എന്താണ്, അത് ഗ്രൂപ്പായിട്ടേ ഉണ്ടാവും, ഒറ്റക്ക് ഉണ്ടാവില്ല. സിംഗിൾ നെയിമിൽ എന്താണ് ഉണ്ടാവില്ല. എപ്പോഴും എന്താണ്, ഗ്രൂപ്പായിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ഇപ്പൊ കളക്റ്റീവ് നൗൺ മനസ്സിലായില്ലേ? നൗണിന്റെ ഒരു പാർട്ടാണ് കളക്റ്റീവ് നൗൺ. ഇനിയും ഉണ്ട്, ഒരുപാട് നൗൺസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ കളക്റ്റീവ് നൗണിനെയാണ് നോക്കിയത്. അപ്പൊ ഇനിയിപ്പോ ഉള്ളത് ഇവിടെ സെന്റൻസസ് എഴുതിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ കളക്റ്റീവ് നൗൺ കണ്ടെത്തുക വേണ്ടേ. ഈ സെന്റൻസിൽ കളക്റ്റീവ് നൗൺ ഉണ്ട്, അത് ഏതാണെന്ന് പറയാ വേണ്ടേ. അപ്പൊ ആദ്യം എല്ലാവരും ഒന്ന് എഴുതിക്കോ. എഴുതി കഴിഞ്ഞാൽ ഒരു ഫിനിഷ് എന്ന് പറയാം. അതിനുശേഷം എഴുതാനല്ല, ജസ്റ്റ് കണ്ടുപിടിച്ചാൽ മതി, ഐഡന്റിഫൈ ചെയ്താൽ മതി, എഴുതണ്ട. ആദ്യത്തെ ഫസ്റ്റ് ടു. A group of kids played in a park. ഓക്കെ വെരി ഗുഡ്. ആദ്യത്തെ ആൻസർ ആരാ പറഞ്ഞത്? ഫഹ്മ. ഓക്കെ 1 minute. ഓക്കെ, ഓരോരെണ്ണായിട്ട് പറയൂ. ഫഹം ഇപ്പൊ ഒരു ആൻസർ പറഞ്ഞു, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് അടുത്ത ആൾ ആൻസർ പറയൂ. Ma'am, a team A of bunch of flowers stacked the at the table. A class of students. A swarm of butterflies fluttered around the flowers.
ഓക്കെ, ഓരോന്നായിട്ട് പറയൂ. ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് കിഡ്സ് എന്ന് പറഞ്ഞു ഫഹമ. നെക്സ്റ്റ് ആരാ വായിച്ച? ഒന്നും കൂടെ വായിക്കും. അടുത്ത ആള്. ഓരോരാളായിട്ട് പറയാം, എനിക്ക് ഓരോരാളായി. The team of the light new tag the blank. സെക്കൻഡ് വൺ ആരാ വായിക്കുക? ദ ഹേർഡ് ഓഫ് ഷിപ്പ് ഗ്രേസ് ദ പീസ്ഫുള്ളി. അതിന്റെ ആൻസർ എന്താ? Heard. ഹേർഡ്. ഓക്കെ, അത് ഇഷാൻവി. ഓക്കെ, വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് അടുത്ത ആൾ ആരാ? അടുത്ത ആൾ വായിച്ചോ. നെക്സ്റ്റ് വൺ. എ ടീം ഓഫ് firefighters tackled the blaze. ഓക്കെ, അതിലേതാ കളക്റ്റീവ് നൗൺ? Team. ഓക്കെ, ഇനി നെക്സ്റ്റ് വേറെ ആള് വായിക്കൂ. വായിച്ചോ. സൗണ്ട് ഓഫാ വായിക്കുന്ന ആള്. സൗണ്ട് ഓൺ ആക്കിയിട്ട് വായിക്കൂ. The pack of dogs yearly wasted their teeth. ഓക്കെ, വെരി ഗുഡ്. അതാരാ? സ്വാതിയാണ് ആൻസർ പറഞ്ഞല്ലേ. വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്തതാരാ വായിക്കുന്നേ? നാരായൺ. എവിടെ പോയോ? A group of kids played in the park. ഓക്കെ, വെരി ഗുഡ്. നെക്സ്റ്റ് അടുത്തത് വേറെ ആളാരാ വായിക്കുക? The flock of birds falling in the sky. ഓക്കെ, അപ്പൊ അതിലേതാ ആൻസർ എന്താ? ദ ഫ്ലോക്ക് ഓഫ് ബേർഡ്സ് സോർഡ് ഇൻ ദ സ്കൈല്. Flock. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, എല്ലാവരും ഒന്ന് അപ്രിഷിയേറ്റ് ചെയ്താ. ഓരോരാളെ ആൻസേഴ്സ് പറയുന്നത്, എല്ലാവരും ഇപ്പൊ ആൻസേഴ്സ് പറയുന്നൊക്കെ കറക്റ്റാ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. അടുത്തത് ആരാ വായിക്കുക? എ ട്രൂപ്പ് ഓഫ് സ്കൗട്ട്സ് സെറ്റ് അപ്പ് ക്യാമ്പ്. A troop of scouts set up a camp. അതിലെന്താ ആൻസർ എന്താ? Troop. Okay, very good. Then next, the band of musicians performed on stage. Band. Okay. A bunch of flowers adorned the table. Bunch. Okay. The bunch. colony ഇനി ആരാ? and city work on their nest. Okay. അതിലെന്താ ആൻസർ എന്താ? Colony of കോളനി. വെരി ഗുഡ്. ഓക്കെ, വെരി ഗുഡ്. അതാണ് ആൻസർ പറഞ്ഞേ? സൗഭാഗ്യ. ഓക്കെ, വെരി ഗുഡ് സൗഭാഗ്യ. അപ്പൊ അടുത്തല്ല, ദ കോളനി ഓഫ് ആൻസർ. എ ഫ്ലീറ്റ് ഓഫ് കാർസ് ലൈൻഡ് അപ്പ് ഫോർ ദ റേസ്. അതിലെന്താ? അതിലെന്താ ആൻസർ വരിക? എ ഫ്ലീറ്റ് ഓഫ് കാർസ് ലൈൻഡ് അപ്പ് ഫോർ ദ റേസ്. A fleet. വെരി ഗുഡ്. പിന്നെ ദ ഗ്യാങ് ഓഫ് ഫ്രണ്ട്സ് എൻജോയ്ഡ് എ പിക്നിക്. കൊറേ ആൾക്കാർ പറഞ്ഞു. എല്ലാവരും പറഞ്ഞ ആൻസേഴ്സും കറക്റ്റാ. Then last question, a class of students listened attentively. Class. ഓക്കെ, അപ്പൊ കളക്റ്റീവിനാണ് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? മനസ്സിലായോ? എല്ലാവരും പറ, ഓരോരാളെ മനസ്സിലായോ? Yes. അപ്പൊ ഇനിയും നൗണിനെ കുറിച്ച് പഠിക്കണോ? നൗണിന്റെ വേറെ ടൈപ്സ് പഠിക്കണോ? കളക്റ്റീവ് നൗൺ മാത്രം പഠിച്ചാൽ മതിയോ? ഇനി ഇത് കഴിഞ്ഞിട്ടില്ല പഠിക്കണോ? Yes. ഓക്കെ, ഇത് ഓക്കെ. ഇതിപ്പോ ഇനിയിപ്പോ അടുത്തതൊരു സെന്റൻസ് ഉണ്ടോ? ദ കമ്മിറ്റി ഈസ് ഡിസൈഡിങ് ഓൺ ദ ബഡ്ജറ്റ്. ഓക്കെ, കാണുന്നുണ്ട് ഈ സെന്റൻസ് ഉണ്ടോ എല്ലാവരും? ദ കമ്മിറ്റി ഈസ് ഡിസൈഡിങ് ഓൺ ദ ബഡ്ജറ്റ്. ആ കമ്മിറ്റി ഈസ് എന്താണെന്ന് ബോൾഡായി കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാ അത് ബോൾഡായി കൊടുത്തേ? Because it is a collective noun.
ഓക്കെ, പിന്നെ അവർ ഫാമിലി ഈസ് ഈറ്റിംഗ് ഡിന്നർ ടുഗെദർ. ഓക്കെ, അവിടെ എന്താണ് കളക്റ്റീവ് ആണ്. പക്ഷെ ഇവിടെയൊക്കെ കണ്ടോ ഈസ് എന്ന് ഉപയോഗിച്ചത്. ഇവിടെ എന്തുകൊണ്ട് ആർന്ന് ഉപയോഗിക്കഴിഞ്ഞേ? ദ കമ്മിറ്റി ആർ ഡിസൈഡിങ് ഓൺ ദ. ഇപ്പൊ നമ്മൾ പറയില്ലേ ചിലപ്പോ എന്താണ് വി ആർ പ്ലേയിങ് എന്ന് പറയുന്നത്, വി ഈസ് പ്ലേയിങ് എന്ന് പറയാറില്ല. അതെന്തുകൊണ്ടാ? Because we is an plural word. ഓക്കെ, അത് അങ്ങനെയാ. അതായത് നമ്മൾ ഒറ്റ സിംഗുലർ ആയിട്ട് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് ഈസ് ഉപയോഗിക്കും. കുറെ ഉള്ളതിന് എന്താണ് ആർന്ന് ഉപയോഗിക്കും. പ്ലൂരൽ ആകുമ്പോൾ ആർന്നും സിംഗുലർ ആകുമ്പോൾ ഈസ്ന്നും. ഓക്കെ, അപ്പം ദ കമ്മിറ്റി ഈസ് ഡിസൈഡിങ് ഓൺ ദ ബഡ്ജറ്റ്. അതെന്താണ് ഒരു സിംഗിൾ ആണ്. ഒരു കമ്മിറ്റി ആൾക്കാർ എന്താണ് അവർ തീരുമാനിക്കുന്നുണ്ടാന്ന് ഈസ് എന്ന് പറഞ്ഞത്. പിന്നെ അവർ ഫാമിലി ഈസ് ഈറ്റിംഗ് ഡിന്നർ ടുഗെദർ. ഓക്കെ, അവിടെ സിംഗുലർ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഈ സെന്റൻസസ് ഒക്കെ ഒന്ന് വായിച്ചേ ഓരോരാളായിട്ട്. എല്ലാവരും ഒരുമിച്ച് വായിക്കാൻ പാടില്ല, ഓരോരാള്. A committee is decided on a budget. On the budget. Okay. Eating dinner together. Okay, then Tomorrow. Today. today എന്താ സെന്റൻസ് വായിച്ചേ? Our family is eating dinner together. Okay, the herd. The herd is moving to the river. Okay, very good. Sheep is grazing in the meadow. ഓക്കെ, അപ്പൊ ഇതൊക്കെ എന്താണ് സിംഗുലർ ഒറ്റ ഇതായതുകൊണ്ടാണ് ഇതിനൊക്കെ ഈസ് എന്ന് ഉപയോഗിച്ചത്. അപ്പൊ ഇപ്പൊ ഇവിടെ കണ്ടോ ആ ഈസ് മാറിയിട്ട് എന്താണ് ആർന്നായി കാണുന്നുണ്ടോ? ദ ഓർക്കസ്ട്ര ആർ ട്യൂണിങ് ദർ ഇൻസ്ട്രുമെന്റ്സ്. ഇവിടെ കുറെ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, കുറെ പ്ലൂരൽ ആണ്. പ്ലൂരൽ ആയതുകൊണ്ട് എന്താണ് ആർന്ന് ഉപയോഗിച്ചു. എ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ആർ ആബ്സെന്റ് ടുഡേ. ദ കമ്മിറ്റി മെമ്പേഴ്സ് ആർ ആർഗ്യൂയിങ് അബൌട്ട് ദ ബഡ്ജറ്റ്. അപ്പൊ ഇവിടെ എന്താണ് കുറെ ആൾക്കാരില്ലോണ്ട് ആർ ഉപയോഗിച്ചു. അപ്പൊ ഈസ് എപ്പോഴും എന്താണ് ഒരാൾക്കാർ അല്ലെങ്കിൽ ഒരു യൂണിറ്റ് മാത്രം ഉണ്ടാകുമ്പോൾ ഉപയോഗിക്കും. ആർ എന്താണ് പ്ലൂരൽ ആകുമ്പോൾ ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾക്കൊക്കെ സെന്റൻസ് പറയാൻ പറ്റുമോ ഈസും ആറും വെച്ചിട്ട് സ്വന്തമായിട്ട്? ആർക്കെങ്കിലും ഒരാൾക്ക് പറയാൻ പറ്റുമോ? നോക്കട്ടെ, ആർക്കെങ്കിലും ഒരു. My cat is eating food. ഓക്കെ, വെരി ഗുഡ്. മൈ കാറ്റ് ഈസ് ഈറ്റിംഗ് ഫുഡ്. അതാരാ പറഞ്ഞ? എന്താ പേര്? ഫഹമ. ഓക്കെ, വെരി ഗുഡ്. ഇനി ആരാ അടുത്ത പറയുന്നത്? Ma'am, we are playing hide and seek. ഓക്കെ, നെക്സ്റ്റ്. വെരി ഗുഡ്. കറക്റ്റ് ആൻസർ. വി ആർ പ്ലേയിങ് ഹൈഡ് ആൻഡ് സീക്ക്. ഓക്കെ, The boy is running. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ എല്ലാവരും എന്താണ് കറക്റ്റ്. പിന്നെ എന്താ വേറെ സെന്റൻസ് പറയോ? വി ആർന്ന് കുറെ വി വെച്ചിട്ട് കുറെ ആൾക്കാർ സെന്റൻസ് പറഞ്ഞു. The boy is running. We are studying English class. വി ആർ സ്റ്റഡിങ് ഇംഗ്ലീഷ് ക്ലാസ്. വെരി ഗുഡ്. അതാരാ പറഞ്ഞേ വി ആർ സ്റ്റഡിങ് ഇംഗ്ലീഷ് ക്ലാസ്? നാരായണൻ. വെരി ഗുഡ് നാരായണൻ. എല്ലാവരും ഒന്ന് ക്ലാപ്പ് അടിക്കും നാരായണന് വേണ്ടിയിട്ട്. ഓരോരോ ആൾക്കാർ പറയുമ്പോൾ ക്ലാപ്പ് അടിക്കണം. ഇത് എല്ലാവരും ഓരോരാൾ. ഇപ്പൊ ആരൊക്കെ പറഞ്ഞു? ഫഹ്മ, ആയിഷ, പിന്നെ ഇഷാൻവി, എല്ലാവരും പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത സെന്റൻസ് ആരാ പറയുന്നത്? കഴിഞ്ഞോ? ഇത്രേ ഉള്ളൂ? സെന്റൻസ് ഒക്കെ കഴിഞ്ഞോയോ? ഓക്കെ, ഇനിയിപ്പൊ കണ്ടോ, ഇനിയിപ്പോ നിങ്ങൾ എല്ലാവരെ കുറിച്ച് സ്വന്തമായിട്ട് പറയുമ്പോ എന്താ പറയാ? ഐ ആം. ഇപ്പൊ ഞാനാ പറയുന്നെങ്കിൽ ഐ ആം അശ്വതി എന്ന് പറഞ്ഞു. ഇപ്പൊ നിങ്ങൾ പറയുമ്പോ എങ്ങനെയാ പറയാ? ഐ ആം ഇഷാൻവി എന്ന് പറയും. ഇല്ലെങ്കിൽ എന്താ പറയാ? ഐ ആം നാരായൺ എന്ന് പറയും. ഒന്ന് ഓരോ സെന്റൻസ് അങ്ങനെ പറഞ്ഞ എല്ലാവരും. ഐ ആം വെച്ചിട്ട് നിങ്ങളുടെ പേരും പറഞ്ഞ്. I am Ishanvi. ഐ ആം ഇഷാൻവി. I am Narayanan. I am studying for 5th standard. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, I am Krishnendu. ഐ ആം കൃഷ്ണേന്ദു. ഐ ആം നന്ദദേവൻ. I am Abhijit. I am studying fourth B. Okay, I am Abhijit. I am studying in 4th standard. ഓക്കെ, അപ്പൊ എല്ലാവരും ഇനിയിപ്പോ നിങ്ങളെ കുറിച്ചൊക്കെ ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയാൻ പറഞ്ഞ ഇംഗ്ലീഷിൽ എങ്ങനെയാ പറയാ? നിങ്ങളുടെ നെയിം പറയും. പിന്നെ ഇവിടെ അടുത്ത സെന്റൻസ് ഉണ്ടോ? ഷീ ഈസ് മൈ സിസ്റ്റർ. ദ സ്കൈ ഈസ് ബ്ലൂ.
ദ ആപ്പിൾസ് ആർ റെഡ്, ദേ ആർ മൈ ഫ്രണ്ട്സ്. ഇവിടെ കണ്ടോ കുറെ എണ്ണം വരുമ്പോ എന്താണ് ആർ ഉപയോഗിച്ചു, ഒറ്റ ഒന്നാവുമ്പോ എന്താണ് സിംഗുലർ ആവുമ്പോ ഈസ് ഉപയോഗിച്ചു. ഓക്കെ, അപ്പൊ നിങ്ങക്ക് മനസ്സിലായോ എന്തൊക്കെയാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്? ഇന്ന് എന്തൊക്കെ നമ്മൾ പഠിച്ചു? നൗണ് പഠിച്ചു. നൗൺ എന്താണെന്ന് പഠിച്ചു. കളക്റ്റീവ് നൗൺ പഠിച്ചു. noun പഠിച്ചു, is പഠിച്ചു, are പഠിച്ചു. ഈസ് ആർ എങ്ങനെ യൂസ് ചെയ്യാൻ പഠിച്ചു. പിന്നെ നൗണ് പഠിച്ചു. നൗണിലത്തെ ഒരു ടൈപ്പ് പഠിച്ചു, കളക്റ്റീവ് നൗൺ. ഓക്കെ, ഇതുവരെ പഠിച്ചത് എല്ലാവർക്കും മനസ്സിലായോ? Yes. എല്ലാവരും പറഞ്ഞേ. Yes. Is singular, are plural. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇനിയും നമുക്ക് പഠിക്കണ്ടേ? ഇംഗ്ലീഷ് ഇങ്ങനെ പഠിക്കണ്ടേ? ഇനിയും കുറെ പഠിക്കാണ്ടേ നമുക്ക്? ഇൻട്രസ്റ്റഡ് ആണോ? ഇങ്ങനെ പഠിക്കാൻ ഇൻട്രസ്റ്റഡ് ആണോ? ഇനി നമുക്ക് നൗണിന്റെ ബാക്കി ടൈപ്സ് പഠിക്കാം. Yes, ma'am. Yes. Yes, ma'am. Yes. Yes, ma'am. Ma'am, യെസ്. I have interest to study English. എന്താ പറഞ്ഞേ? I have interest to study പറഞ്ഞോളൂ. English. ഓക്കെ, ആരോ ഓക്കെ, വെരി ഗുഡ്. മൈ നെയിം ഇസ് എന്താന്ന് പറഞ്ഞു. ഓക്കെ, ഫുൾ പേര് മനസ്സിലായില്ല. ഓക്കെ ഓക്കെ, നൂറ. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ എന്തൊക്കെ ഇന്നിപ്പോ പഠിച്ച ഇതൊക്കെയാണ്. സിംഗുലർ, പ്ലൂരൽ. കണ്ടോ, ഇത് കണ്ടോ, ഇതൊരു ചെറിയ ഇതായിട്ട് എഴുതിയിട്ടുണ്ട്. ഈസ് എവിടെയൊക്കെ ഉപയോഗിക്കുന്നു കണ്ടോ. ഹീ, ഷീ, ഇറ്റൊക്കെ വരുമ്പോ നമ്മൾ ഈസ് ഉപയോഗിക്കും. ഐന്ന് വരുമ്പം ആംന്ന് ഉപയോഗിക്കും. ആർന്ന് ദേ, വി, യു ഒക്കെ വരും. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസേഴ്സ് ആരൊക്കെ പറയാൻ പറ്റുമെന്ന് നോക്കാലോ നമുക്ക്. ഈസും ആമും ആറും വെച്ചിട്ട്. He is a teacher. അതാരാ പറഞ്ഞ? ആൻസർ പറയുന്ന ആള് പേര് പറയണം. കൃഷ്ണേന്ദു. ഓക്കെ, കൃഷ്ണേന്ദു. ഓക്കെ, അപ്പൊ എല്ലാവരും ഒരു ക്ലാപ്പ് കൊടുത്തേ. കൃഷ്ണേന്ദു കറക്റ്റ് ആൻസർ പറഞ്ഞു. ഹി ഈസ് എ ടീച്ചർ. ഓക്കെ, നെക്സ്റ്റ് വൺ ആരാ പറയുന്നത്? I am an engineer. അതാരാ പറഞ്ഞേ? ഐ ആം ആൻ എഞ്ചിനീയർ. ആയിഷ സിയാന. ഓക്കെ, ആയിഷ വെരി ഗുഡ്. പിന്നെ അടുത്ത ഡോക്ടർ. ഇത് നീ പറയണേടാ. ഐ ആം ഹാപ്പി. I am happy. The girl is my sister. The girl is my sister. Mary is pink and orange. They are tired. Doctor. We are best friends. He is sad. She is a doctor. He is sad. They are tired. We are best We are friends. best friends. ഓക്കെ He is sad. ഓക്കെ, ഹി ഈസ് സാഡ്. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞ ആൻസേഴ്സ് ഒക്കെ കറക്റ്റാ. ഫസ്റ്റ് വൺ, ഹി ഈസ് എ ടീച്ചർ. She is a doctor. ഐ ആം ആൻ എഞ്ചിനീയർ. ഓക്കെ, അപ്പൊ നിങ്ങൾ പറഞ്ഞ എല്ലാ ആൻസേഴ്സും എന്താണ്? കറക്റ്റ് ആണ്. ഓക്കെ, He is sad. ഹി ഈസ് സാഡ്. വെരി ഗുഡ്, ഹി ഈസ് സാഡ്. We are best നൂറയാ friends. പറഞ്ഞേ? നൂറയല്ല ആൻസർ പറഞ്ഞ. ഇപ്പൊ വെരി ഗുഡ്. ഇനി വേറെ ആരാ പറയുന്നേ? We are best friends. വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. ഓക്കെ, അതാരാ പറഞ്ഞേ? വി ആർ ബെസ്റ്റ് ഫ്രണ്ട്സ്. Ahuma. ഫഹമ. വെരി ഗുഡ്. ഒന്ന് ആരോ എന്തോ ഡൗട്ട് ചോദിക്കുന്നതല്ലോ. സ്വാതിയാ, പറഞ്ഞോളൂ. സ്വാതി എന്തോ ചോദിക്കാൻ. ഒന്നും കൂടി ഏതാ പറഞ്ഞിരണ്ടേ? ഈസും ഈസു ആറോ? സ്വാതിക്ക് മനസ്സിലാവുന്നേ? സ്വാതിക്ക് ഈസു ആറോ പറഞ്ഞേ? ഈസ് നമ്മൾ എപ്പോഴും സിംഗുലർ, അതായത് ഒരു എന്താണ് സിംഗുലർ, ഒരാള് മാത്രം ഉണ്ടാവുമ്പോ ഉപയോഗിക്കുക ഈസ് ആണ്. അപ്പൊ ഹി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പേഴ്സൺ ആയില്ലേ, അപ്പൊ സിംഗുലർ ആണ്. അപ്പൊ ഹി ഈസ് എ ടീച്ചർ എന്ന് ഉപയോഗിക്കും. അതേപോലെ ഷീ എന്ന വേർഡ് വരുമ്പോ എന്താണ്? ഈസ ഉപയോഗിക്കുക. ഷീ ഈസ് എ ഡോക്ടർ. ഷീ ഈസ് മൈ ഫ്രണ്ട് എന്നൊക്കെ പറയുമ്പോ സിംഗിൾ. പിന്നെ ഇറ്റ് എന്ന് പറഞ്ഞ ഒന്ന്, ഇറ്റ് ഈസ് മൈ ഫ്രണ്ട്, അതായത് അതെന്റെ ഫ്രണ്ട് ആണ്. ഇറ്റ് എന്ന് പറഞ്ഞ ഒന്ന്. അപ്പൊ അതിനൊക്കെയാണ് ഈസ് ഉപയോഗിക്കുക.
പിന്നെ ആർ ഉപയോഗിക്കുമ്പോൾ ഒന്നിലധികം, അതായത് ദേ ആർ മൈ ഫ്രണ്ട്സ്, അതായത് അവിടെ എന്താണ് കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അപ്പം ദേ ആർ മൈ ഫ്രണ്ട്സ്. വി ആർ ഗോയിങ് ടു പിക്നിക്, അപ്പം എന്താണ് ഒന്നിലധികമായി, അപ്പൊ ആർ. പിന്നെ യു ആർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, അവിടെയൊക്കെയാണ് നമ്മൾ ഈ ആർ ഉപയോഗിക്കുക. ഇതാ പിന്നെ ഐ വെച്ചിട്ടാകുമ്പോ ആം, അതാണ് ഇത്. മനസ്സിലായോ സ്വാതി? Oh, മനസ്സിലായി മിസ്. താങ്ക് യു. ഓക്കെ ഓക്കെ, വെൽക്കം. ഓക്കെ, ഇനി ആർക്കെങ്കിലും ചോദിക്കാനുണ്ടോ? ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നോ. നോ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നൗൺസ് മനസ്സിലായി No. തോന്നുന്നു. അപ്പൊ ഇനി ഓക്കെ, ഇനിയിപ്പൊ നൗണിന്റെ കുറേ ടൈപ്പ് ഉണ്ട് കണ്ടോ. ഇതാ ഇപ്പൊ നമ്മൾ ഇത് ഒന്നേ പഠിച്ചിട്ടുള്ളൂ, കളക്റ്റീവ് നൗണ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇനി ഇതൊക്കെ പഠിക്കാനുണ്ട്. കോമൺ നൗൺ ഉണ്ട്, പ്രോപ്പർ നൗൺ ഉണ്ട്, സിംഗുലർ നൗൺ, പ്ലൂരൽ നൗൺ, കോൺക്രീറ്റ് നൗൺ, കൗണ്ടബിൾ, അൺകൗണ്ടബിൾ, കോമ്പൗണ്ട്, കളക്റ്റീവ്, അബ്സ്ട്രാക്ട്, അങ്ങനത്തെ കുറേ നൗൺ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ ഈ നൗണൊക്കെ നമുക്ക് ഇനി പഠിക്കണമെങ്കിൽ എന്താണ്, നമ്മൾ അടുത്ത ഇനി വരുന്ന ക്ലാസ്, ഈ ക്ലാസ്സിലേക്ക് എല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഇങ്ങനെ ഓരോ നൗണായിട്ട് ഇതുപോലെ പഠിക്കാൻ പറ്റും. ഓക്കെ, ഓരോ ക്ലാസ്സിൽ നമ്മളിങ്ങനെ ഓരോ നൗൺ ഇതേപോലെ എക്സാമ്പിളും പിക്ചേഴ്സും ഇങ്ങനെ പസിലും ഗെയിംസ് ഒക്കെ ആയിട്ട് എന്താണ് നമ്മൾ ഓരോ നൗണൊക്കെ പഠിച്ച് ഇംഗ്ലീഷ് എന്താണ് നമ്മൾ സ്വന്തമായിട്ട് സംസാരിക്കാനും എഴുതാനും വായിക്കാനൊക്കെ എന്താണ് നമുക്ക് പഠിക്കാൻ പറ്റും. ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം ഇങ്ങനെ സംസാരിക്കാനും എഴുതാനും ഒക്കെ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഈ നൗണിനെ കുറിച്ച് ഇനിയും പഠിക്കണ്ടേ, ഇനിയും ഗ്രാമർ ഒക്കെ പഠിക്കണ്ടേ ഇംഗ്ലീഷിലെ. നൗണിനെ കുറിച്ചും അറിയണ്ടേ, ബാക്കി എന്തൊക്കെ നൗണാണ് എങ്ങനെയാണെന്നൊക്കെ അറിയണ്ടേ. അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യണം ക്ലാസ്സിലേക്ക്. ജോയിൻ ചെയ്യോ? ചെയ്യോ എന്ന് പറയൂ. ജോയിൻ ചെയ്യോ? അപ്പം ഓക്കെ, അപ്പം ഓക്കെ, അപ്പൊ നിങ്ങൾ വേഗം തന്നെ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ നമ്പറിലോട്ട് നിങ്ങൾ ഫോൺ ചെയ്യോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യോ ചെയ്താൽ മതി, വാട്സപ്പ് ചെയ്യോ ചെയ്യാം. ഓക്കെ താങ്ക് യു ഓക്കെ, മാം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, ഇങ്ങനെ നമുക്ക് ഓക്കെ വെൽക്കം. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, ഈ ഫോൺ നമ്പറിലോട്ട് മെസ്സേജ് അയച്ചിട്ട് ജോയിൻ ചെയ്യണം കേട്ടോ. എല്ലാവരും ജോയിൻ ചെയ്യില്ലേ? ഒന്ന് പറയൂ, ജോയിൻ ചെയ്യോ? യെസ്. ഇഷ്ടപ്പെട്ടോ? ക്ലാസ് ഇഷ്ടപ്പെട്ടിനോ എല്ലാവർക്കും? മനസ്സിലായിനോ? Yes, ma'am. I love this class. ക്ലാസ് ഓക്കെ, താങ്ക് യു. അതാരാ പറഞ്ഞേ? ഓക്കെ, അപ്പൊ എല്ലാവരും ജോയിൻ ചെയ്യാട്ടോ ക്ലാസ്സിന്. എന്നിട്ട് നമുക്ക് ഇനിയും ഇംഗ്ലീഷിന്റെ ബാക്കി ടോപ്പിക്സ് ഒക്കെ പഠിച്ച് നമുക്ക് എന്താണ് ഇംഗ്ലീഷ് നല്ലൊരു ഈസി സബ്ജക്റ്റ് ആയി മാറ്റണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇംഗ്ലീഷിലൊക്കെ സംസാരിക്കാനൊക്കെ പറ്റണ്ടേ, എല്ലാവരോടും ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ച് നമുക്ക് ലാംഗ്വേജ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്കിനി ജോയിൻ ചെയ്തിട്ട് എല്ലാവർക്കും ഒന്നും കൂടെ കാണാം കേട്ടോ. ഓക്കെ, ബൈ. Bye, miss. Bye. ബൈ. Bye. Bye. ഓക്കെ.